മക്കൾ എന്തൊക്കെയാണ് ചെയ്യുന്നതിന് ഇനിട്ട് എന്താ എവിടേക്കും പോകുന്നില്ലേ, അവൾ എപ്പോഴും വീട്ടിൽ കാണാമല്ലോ, പഠിക്കാനൊന്നും പോകുന്നില്ലേ എന്ന് ചോദിച്ചിട്ടുള്ള ഒരുപാട് കമൻറ്റ് നമ്മുടെ വീഡിയോയിൽ കാണാറുണ്ട്. അപ്പം ഞാൻ കരുതി ഇന്ന് അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാമെന്ന്. അപ്പോൾ ഇനിയിട്ട് ഇപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവൾ 10ാം ക്ലാസ് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് വീടിനടുത്ത് തന്നെ ഒരു സ്കൂളിലാണ്, ഗവൺമെൻറ് സ്കൂളിലാണ് കേട്ടോ. 10ാം ക്ലാസ് കഴിഞ്ഞ് 10ൽ ഫുൾ A+ ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് +1 പെട്ടെന്ന് സയൻസിൽ അവിടെ തന്നെ അവൾ പഠിച്ചുകൊണ്ട് നിന്ന് സ്കൂളിൽ തന്നെ അഡ്മിഷൻ കിട്ടി. അങ്ങനെ പ്ലസ് ടുവിലും അവൾ അടിപൊളിയായിട്ട് ഫുൾ A+ വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ജാടയൊന്നും അവൾക്കില്ല, അവൾ നല്ല കുട്ടിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പഠിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളെന്താ വിചാരിക്കുക, +2 സയൻസൊക്കെ എടുത്തൊരു കുട്ടിയല്ലേ, അതും ഫുൾ A+ വാങ്ങിയൊരു കുട്ടിയാവുമ്പോൾ നമ്മളെന്ത് ചെയ്യും, മെഡിക്കൽ ഫീൽഡിലോ അല്ലെങ്കിൽ പാരാമെഡിക്കലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പഠിക്കാനായിരിക്കും അവൾക്ക് താല്പര്യം എന്ന് കരുതി എൻട്രൻസ് എഴുതിപ്പിക്കാം എന്നൊക്കെയുള്ള ആ ഒരു രീതിയിൽ നിൽക്കുമ്പോഴാണ് അവളൊരു ഞെട്ടിക്കുന്ന വിവരം പറഞ്ഞത്. അവൾക്ക് ഏവിയേഷൻ കോഴ്സ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുള്ളത് കേട്ടോ. അപ്പോൾ പണ്ട് 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ എയർ ഹോസ്റ്റസ് ആവാൻ താല്പര്യമുണ്ട് ഉമ്മച്ചി, എനിക്ക് അതൊന്ന് പഠിക്കാൻ അതായാക്കിയാലോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാനതൊന്നും ഒരു കാര്യമാക്കി എടുത്തിട്ടേ ഇല്ലായിരുന്നു. പക്ഷേ +2 കഴിഞ്ഞ് വീണ്ടും ആ ഒരു കാര്യം തന്നെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അത് അവൾ വിട്ടിട്ടില്ല, അത് കുറച്ച് സീരിയസ് ആണ് എന്നുള്ളത്. അപ്പം ഞാൻ നമുക്കാണെങ്കിലോ ഈ ഒരു എന്താ പറയുക, ഈ ക്യാബിൻ ക്രൂ എന്നൊക്കെ പറയുന്ന സംഭവം നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്തൊരു പരിപാടി ആയതുകൊണ്ട് തന്നെ ഞാൻ അതിനെപ്പറ്റി കുറേ ആലോചിച്ച് അവളോട് അത് വേണോ, മുന്നോട്ട് കൊണ്ടുപോകണോ എന്നുള്ള കാര്യം ഞങ്ങൾ കുറേ ആലോചിച്ച് ഒരു തീരുമാനം എടുത്തതാണ്. അവസാനം ഞാൻ കരുതി നമുക്ക് ഇഷ്ടമുള്ളത് പഠിക്കുന്നതിനേക്കാൾ നല്ലത് അവർക്ക് ഇഷ്ടമുള്ളത് അവൾ പഠിക്കല്ലേ, പഠിച്ചോട്ടെ എന്ന് കരുതിയിട്ട് ഇന്നൊരു ഇത് അവളപ്പച്ചിനോടൊക്കെ പറഞ്ഞ് സെറ്റാക്കി കൊടുത്ത്. അതിൻ്റെ കോഴ്സ് ഒരു 10 മാസത്തെ കോഴ്സായിരുന്നു കേട്ടോ. അത് അവൾ കോഴിക്കോട് വെച്ച് പഠിച്ചിപ്പോൾ തീർന്നിട്ട് ഇപ്പോൾ 1-2 മാസമായിട്ടുള്ളൂ. ഇതിപ്പോൾ ഈ കോഴ്സ് പഠിച്ചാലും നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ജോലി കിട്ടൂലല്ലോ, അതിന് ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യണം. 1-2 ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ആവുന്നേ ഉള്ളൂ. അപ്പോൾ അതവിടെ ഒരു വഴിക്ക് നടക്കുമ്പോൾ നമ്മളിവിടെ ഇങ്ങനെ പഠിപ്പ് നിർത്താൻ പാടില്ലല്ലോ എന്ന് കരുതി നമ്മൾ ഡിഗ്രി എന്തായാലും നിർബന്ധമല്ലേ. അപ്പോൾ ഞാൻ കരുതി ഡിഗ്രിക്ക് നമുക്ക് ചേർക്കാമെന്ന്. അപ്പോൾ ഡിഗ്രിക്ക് ചേർക്കാൻ നിൽക്കുമ്പോഴാണ് ഇനിയിപ്പോൾ എന്തെങ്കിലും തരത്തിൽ നമുക്കിപ്പോൾ ജോലി കിട്ടുക, അല്ലെങ്കിൽ ഈ ഒരു ആർഎസ്എസിൻ്റെ സംഭവം എന്താ പറയുക, ഇനിയിപ്പോൾ ഗ്രൗണ്ട് സ്റ്റാഫായിട്ടോ അങ്ങനെ ആയാലും വേണ്ടിയില്ല, നമുക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പോകേണ്ടി വരുമല്ലോ. അപ്പോൾ പോകേണ്ടി വരുമ്പോൾ നമ്മൾ ഡിഗ്രി പകുതിക്ക് വെച്ചിട്ട് സ്റ്റക്ക് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എന്തായത് ഡിസ്റ്റൻ്റായിട്ട് ഡിഗ്രി ചേർത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എക്സാം മാത്രം എഴുതാൻ വന്നാൽ മതിയല്ലോ. അപ്പം അങ്ങനെ ഡിഗ്രി കംപ്ലീറ്റ് ആവുകയും ചെയ്യും, എല്ലാം ചെയ്യില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് അവൾ വീട്ടിലിരുന്ന് പഠിക്കല്ലേ ഡിഗ്രി. അപ്പോൾ അതുകൊണ്ട് തന്നെ വെറുതെ ഒരുപാട് സമയം ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ അവിടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവർക്ക് ചെറിയൊരു കുഞ്ഞ് ജോലി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് ഡേക്ക് പോവാണ് കേട്ടോ. അതുകൊണ്ടാണ് അവളെ ഉപ്പച്ചി കൊണ്ടാക്കുന്നത്.